സംഖ്യ 22 അധ്യായം. ഇസ്രായേല്യർ നീങ്ങി മൊവാബ് സമതലങ്ങളിൽ ജെറീക്കോയുടെ ജോർദാനു മറുകരയിൽ പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് കണ്ടു. ആ ജനത്തിനു മുമ്പിൽ മൊവാബ് ഏറെ ഭയന്നു, കാരണം അത് വലുതായിരുന്നു. ഇസ്രായേല്യർക്ക് മുമ്പിൽ മൊവാബ് പരിഭ്രാന്തമായി. മിദിയാനിലെ പ്രമാണികളോട് മൊവാബ് പറഞ്ഞു, കാള വയലിലെ പച്ചപ്പ് തിന്നൊടുക്കുന്നത് പോലെ ഈ കൂട്ടം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നക്കിയെടുക്കും. സിപ്പോറിൻ്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മൊവാബിൻ്റെ രാജാവ്. അവൻ നദീതീരത്ത് സ്വജനവിഭാഗത്തിൻ്റെ നാടായ പെത്തോറിലേക്ക് ബയോറിൻ്റെ പുത്രനായ ബാലാമിനെ കണ്ടുമുട്ടാനും ഇപ്രകാരം പറയാനുമായി അവൻ്റെ പക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്ന് ഒരു ജനം പുറപ്പെട്ടിരിക്കുന്നു. ഇതാ, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. അത് എനിക്കടുത്തായി വാസമാക്കിയിരിക്കുകയാണ്. അത് എന്നെക്കാൾ പ്രബലമായതുകൊണ്ട് ഇപ്പോൾ നീ സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനായിരിക്കുമെന്നും നീ ശപിക്കുന്നവൻ ശപ്തനായിരിക്കുമെന്നും എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷേ അതിനെ പ്രഹരിക്കാനും ദേശത്തുനിന്ന് അതിനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കും. മൊവാബിലെ പ്രമാണിമാരും മിദിയാനിലെ പ്രമാണിമാരും തങ്ങളുടെ കൈവശം പ്രാശനിക ദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാമിൻ്റെ പക്കൽ ചെന്ന് ബാലാക്കിൻ്റെ വാക്കുകൾ അവനോടുണർത്തിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ രാപാർക്കുവിൻ. കർത്താവ് എന്നോട് സംസാരിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മൊവാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോടുകൂടെ താമസിച്ചു. ദൈവം ബാലാമിൻ്റെ പക്കലെത്തി ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ ആളുകൾ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മൊവാബ് രാജാവും സിപ്പോറിൻ്റെ മകനുമായ ബാലാക്ക് എൻ്റെ പക്കൽ സന്ദേശമയച്ചു. ഇതാ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം, അത് ഭൂമുഖം മൂടിയിരിക്കുന്നു. ഇപ്പോൾ നീ വന്ന് എനിക്ക് വേണ്ടി അതിനെ ശപിക്കുക. ഒരുപക്ഷെ അതുമായി യുദ്ധം ചെയ്യാനും അതിനെ പുറത്താക്കാനും എനിക്ക് കഴിഞ്ഞേക്കും. ദൈവം ബാലാമിനോട് അരുൾ ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്. ആ ജനത്തെ നീ ശപിക്കുകയുമരുത്, എന്തെന്നാൽ അത് അനുഗ്രഹീതമാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പൊയ്ക്കൊള്ളുവിൻ. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നതിനുള്ള അനുവാദം കർത്താവ് നിഷേധിച്ചിരിക്കുന്നു. മൊവാബ് പ്രഭുക്കന്മാർ എഴുന്നേറ്റ് ബാലാമിൻ്റെ പക്കൽ ചെന്ന് തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിന് ബാലാം വിമുഖനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ബാലാക്ക് അവരെക്കാൾ സംഖ്യാതീതരും പ്രഗത്ഭരുമായ പ്രഭുക്കന്മാരെ അയക്കാനാണ് വീണ്ടും ഒരുമ്പെട്ടത്. അവർ ബാലാമിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് ഇങ്ങനെ പറയുന്നു, എൻ്റെ പക്കലേക്ക് സഞ്ചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതേ. ഞാൻ നിന്നെ ഉത്തരോത്തരം ബഹുമാനിക്കാം. നീ എന്നോട് പറയുന്നതെന്തും ഞാൻ ചെയ്തുകൊള്ളാം. സദയം വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിൻ്റെ സേവകരോട് ബാലാം മറുപടിയായി പറഞ്ഞു, ബാലാക്ക് അവൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും ചെറുതോ വലുതോ ആയി എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിർദ്ദേശം ലംഘിക്കാൻ എനിക്കു സാധ്യമല്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളും രാത്രി താമസിക്കുവിൻ. കർത്താവ് കൂടുതലായി എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിൻ്റെ പക്കൽ വന്ന് അവനോട് പറഞ്ഞു, ആ ആളുകൾ നിന്നെ വിളിക്കാൻ വന്നതാണെങ്കിൽ നീ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക. എന്നാൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെന്തോ അതുമാത്രം നീ ചെയ്യണം. ബാലാം രാവിലെ എഴുന്നേറ്റ് തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ടു. മൊവാബ് പ്രഭുക്കന്മാരോടൊപ്പം അവൻ യാത്ര തിരിച്ചു. അവൻ യാത്ര തിരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതിയോഗിയായി വഴിയിൽ നിലയുറപ്പിച്ചു. അവൻ തൻ്റെ കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. അവൻ്റെ കൂടെ അവൻ്റെ 2 ഭൃത്യന്മാരുമുണ്ടായിരുന്നു. തൻ്റെ കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കഴുത കണ്ടു. വഴിയിൽ നിന്ന് മാറി വയലിലൂടെ കഴുത നടന്നു തുടങ്ങി. കഴുതയെ വഴിയിലേക്ക് തിരിക്കാനായി ബാലാം അതിനെ പ്രഹരിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടങ്ങളുടെ അപ്പുറവും ഇപ്പുറവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു.
കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് സ്വയം ഒതുങ്ങി. ബാലാമിൻ്റെ കാൽ മതിലിനോട് ചേർന്ന് ഉരഞ്ഞു. അവൻ അതിനെ പ്രഹരിക്കുന്നത് തുടർന്നു. കർത്താവിൻ്റെ ദൂതൻ കുറുകെ നടക്കുന്നതും തുടർന്നു. ഇടം വലം തിരിയാൻ മാർഗമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് അവൻ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബാലാമിൻ്റെ കീഴിലായി കിടന്നു കളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയുടെ വായ് തുറന്നു. അത് ബാലാമിനോട് ചോദിച്ചു, ഈ 3 വട്ടവും നീ എന്നെ പ്രഹരിച്ചല്ലോ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ട് തന്നെ. എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പോൾ കഴുത ബാലാമിനോട് ചോദിച്ചു, നിന്റെ കഴുതയല്ലേ ഞാൻ? ഈ ദിവസം വരെ എന്നും നീ എൻ്റെ പുറത്ത് സവാരി ചെയ്തു. ഇപ്രകാരം നിന്നോട് ചെയ്യുന്നതിന് ഞാൻ എന്നെങ്കിലും ഒരുമ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവൻ പറഞ്ഞു. കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടത് കയ്യിൽ ഊരിയ വാളുമായി വഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദൂതനെയാണ്. അവൻ മുഖം മുട്ടെ പ്രണമിച്ച് ആരാധിച്ചു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, എന്തിനെ പ്രതിയാണ് നീ നിന്റെ കഴുതയെ ഈ 3 പ്രാവശ്യവും അടിച്ചത്? എൻ്റെ മുമ്പിൽ നിന്റെ വഴി അപകടകരമായതുകൊണ്ട് ഞാൻ ഇതാ പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ഈ 3 വട്ടവും കഴുത എന്നെ കണ്ടിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് അങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ ഇതിനകം ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എന്നെ കണ്ടുമുട്ടാൻ വഴിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ ഇത് തിന്മയെങ്കിൽ ഞാൻ തിരിച്ചുപോയിക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ആളുകളോടൊപ്പം നീ പൊയ്ക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനം മാത്രമേ നീ സംസാരിക്കാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ബാലാം യാത്രയായി. ബാലാം വരുന്നു എന്ന് കേട്ടപ്പോൾ ബാലാക്ക് അവനെ എതിരേൽക്കാൻ അതിർത്തിയുടെ അറ്റത്തെ അർണോൺ പ്രദേശത്തോട് ചേർന്നുള്ള ഈർ മൊവാബിലേക്ക് പുറപ്പെട്ടു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, ഞാൻ നിന്റെ പക്കലേക്ക് നിന്നെ വിളിക്കാനായി ആകാംക്ഷയോടെ ആളയച്ചില്ലേ? എൻ്റെ പക്കലേക്ക് എന്താണ് നീ യാത്ര തിരിക്കാതിരുന്നത്? നിന്നെ ആദരിക്കാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല എന്നതുകൊണ്ടാണോ? ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കാകുമോ എന്തോ? ദൈവം എൻ്റെ വായിൽ നിക്ഷേപിക്കുന്ന വചനം അതായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ബാലാം ബാലാക്കുമൊത്ത് നടന്നു. അവർ കിരിയാത്ത് ഹൂസോത്തിൽ ചെന്നു. ബാലാക്ക് ആടുമാടുകളെ ബലിയർപ്പിക്കുകയും ബാലാമിനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും കൊടുത്തയക്കുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ ബാലാക്ക് ബാലാമിനെ കൂട്ടി അവനെ ബാമോത്ത് ബാൽമല കയറ്റി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ബാഹുല്യം ദർശിച്ചു.